പ്രിയരെ, 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സംബന്ധമായ നടപടിക്രമങ്ങളെ പരിചയപ്പെടുത്തുവാൻ പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗം ഒരുക്കുന്ന ത്രിതലം ലളിതം എന്ന ഉദ്യോഗസ്ഥ പരിശീലനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പാക്കറ്റ് നമ്പർ 4 വെക്കേണ്ട ഫോം N14A റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ് എങ്ങനെ പൂരിപ്പിക്കണമെന്നാണ് ത്രിതലം ലളിതത്തിന്റെ 19ാമത്തെ അധ്യായത്തിൽ നോക്കുന്നത്. റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ് എന്നത് സ്പെഷ്യൽ ടാഗിന്റെയും ഗ്രീൻ പേപ്പർ സീലിന്റെയും സ്ട്രിപ്പ് സീലിന്റെയും കണക്കുകൾ രേഖപ്പെടുത്തേണ്ട ഒന്നാണ്. ഇതിന്റെ ആദ്യ ഭാഗത്ത് ഏത് ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്കാണ് മത്സരിക്കുന്നതെന്നും പോളിംഗ് സ്റ്റേഷന്റെ നമ്പറും രേഖപ്പെടുത്തും. തുടർന്ന് കൺട്രോൾ യൂണിറ്റിന്റെ നമ്പർ, സ്പെഷ്യൽ ടാഗിന്റെ നമ്പർ, ഗ്രീൻ പേപ്പർ സീലിന്റെ നമ്പർ, സ്ട്രിപ്പ് സീലിന്റെ നമ്പർ എന്നിവ രേഖപ്പെടുത്തേണ്ടതുണ്ട്. ഫോം N14A പാർട്ട് 1 എന്ന് പറയുന്ന ഭാഗത്ത് ഗ്രീൻ പേപ്പർ സീലിന്റെ വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ലഭിച്ച ഗ്രീൻ പേപ്പർ സീലുകളുടെ സീരിയൽ നമ്പർ, എത്ര എണ്ണമാണ് ലഭിച്ചതെന്നും അതിൽ ഉപയോഗിച്ചത് എത്ര എണ്ണമാണെന്നും ആ ഉപയോഗിച്ച ഗ്രീൻ പേപ്പർ സീലിന്റെ സീരിയൽ നമ്പറും ഉപയോഗിക്കാത്തും ഡാമേജ് ആയതുമായ ഗ്രീൻ പേപ്പർ സീലുകളുടെ എണ്ണവും ഇതിൽ രേഖപ്പെടുത്തണം. പാർട്ട് 2 സ്ട്രിപ്പ് സീലുകളുടെ കണക്കാണ് കാണിക്കുന്നത്. ഇതിൽ ലഭിച്ച സ്ട്രിപ്പ് സീലുകളുടെ സീരിയൽ നമ്പർ, എത്ര എണ്ണമാണ് ലഭിച്ചതെന്നും അതിൽ എത്ര എണ്ണം ഉപയോഗിച്ചതെന്നും ഉപയോഗിച്ച സ്ട്രിപ്പ് സീലിന്റെ സീരിയൽ നമ്പർ, അതിനുശേഷം ഉപയോഗിക്കാത്തതും ഡാമേജ് ആയതുമായതിന്റെ എണ്ണവും രേഖപ്പെടുത്തണം. ഫോം N14A രണ്ടാം പുറത്തിൽ പാർട്ട് 3 ആയി കാണുന്നത് സ്പെഷ്യൽ ടാഗുകൾ ഉപയോഗിച്ചതിനെ കുറിച്ചാണ്. ഏത് സീരിയൽ നമ്പർ മുതൽ ഏത് സീരിയൽ നമ്പർ വരെയുള്ള സ്പെഷ്യൽ ടാഗുകളാണ് നിങ്ങൾക്ക് നൽകിയതെന്നും എത്ര എണ്ണമാണ് നൽകിയതെന്നും അതിൽ ഉപയോഗിച്ച സ്പെഷ്യൽ ടാഗ് എത്രയാണെന്നും അതിന്റെ സീരിയൽ നമ്പറും രേഖപ്പെടുത്തിയതിനു ശേഷം ഉപയോഗിക്കാത്തതും ഡാമേജ് ആയതുമായ സ്പെഷ്യൽ ടാഗുകളുടെ എണ്ണവും രേഖപ്പെടുത്തി സൂക്ഷിക്കണം. റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസിന്റെ അവസാന ഭാഗത്ത് പോളിംഗ് ഏജന്റുമാരുടെ ഒപ്പ് രേഖപ്പെടുത്തി സൂക്ഷിക്കേണ്ടതുണ്ട്. അതിനുശേഷം സ്ഥലവും തീയതിയും രേഖപ്പെടുത്തി പ്രിസൈഡിംഗ് ഓഫീസറും ഒപ്പുവെക്കേണ്ടതുണ്ട്. ത്രിതലം ലളിതത്തിന്റെ 19ാം അധ്യായത്തിൽ റെക്കോർഡ് ഓഫ് പേപ്പർ സീൽസ് യൂസ് ഫോം N14A എങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത് എന്നാണ് സൂചിപ്പിച്ചത്. വ്യക്തമായിരിക്കുമെന്ന് കരുതുന്നു. ഏവർക്കും പാലക്കാട് ജില്ലാ തെരഞ്ഞെടുപ്പ് പരിശീലന വിഭാഗത്തിന്റെ നന്ദി.